ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർക്കാനെക്സ്. മക്കളെ, ഓണപരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ ഭയങ്കര ടഫാണല്ലോ, ഒന്നും പേടിക്കണ്ട. 10 മിനിറ്റ് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് പഠിക്കാൻ പോകുന്നത്. 10 മിനിറ്റ് കൊണ്ട് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഒന്ന് ശ്രദ്ധിച്ചിരുന്നോ? റെഡി? നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ സമയമില്ല. ഇവന്റെ ബിലോ 2 പേര് തന്നിട്ടുണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് ഐസോമറിസം ഈസ് ഷോൺ? ഈ കോമ്പൗണ്ടുകൾ, ഈ സംയുക്തങ്ങൾ കാണിക്കുന്ന ഐസോമറിസം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ 2 സംയുക്തങ്ങളെ ഒന്ന് നോക്കുക. ഈ 2 സംയുക്തങ്ങളെ നോക്കുന്നതിന് മക്കൾക്ക് മനസ്സിലാകുന്നതാ, ഈ ഓക്സിജൻ കണ്ടോ? ഇതാ കണ്ട, ഇവിടെ ഓക്സിജൻ കണ്ട, നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ഓക്സിജൻ ഈ സൈഡിൽ 2 കാർബണും ഈ സൈഡിൽ 2 കാർബണാണ്. പക്ഷേ ഈ ഓക്സിജൻ ഈ സൈഡിൽ 1 കാർബണേ ഉള്ളൂ. ഇവിടെ എത്ര കാർബണാ? 3 കാർബൺ. അപ്പൊ ഓക്സിജന്റെ 2 സൈഡിലുമുള്ള കാർബണിന്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. അത്തരം ഐസോമേഴ്സിനെ വിളിക്കുന്ന പേരെന്താ? മെറ്റാമേഴ്സ്. മെറ്റാമേഴ്സ്. ഒന്നുമില്ലടാ, ഇതാ ഒരു ചെയിൻ തന്നിട്ടുണ്ട്. ഓക്സിജൻ ഇവിടെ ഉണ്ട്. ഓക്സിജന്റെ 2 സൈഡിലെ കാർബൺ എണ്ണത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ആ ഐസോമർ എന്താ? മെറ്റാമർ ആണെന്ന് ഓർമ്മിക്കുക. മെറ്റാമേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്. ഈ 2 ഐസോമേഴ്സിന്റെയും IUPAC നെയിം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഈസിയാണ്. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ 1 കൊടുക്കുക. 1 2 3. 3 കാർബൺ ഉണ്ടെങ്കിൽ പ്രൊപ്പാണെന്നറിയാം. പ്രൊപ്പ്. കാർബണും സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എയിൻ ആണെന്നറിയാം. എയിൻ, പ്രൊപ്പെയിൻ അല്ലെ? OH ഗ്രൂപ്പ് വന്നാൽ OH ഗ്രൂപ്പ് ആൽക്കഹോൾ ആണ്. അതിന്റെ സഫിക്സ് ഓൾ. ഓൾ ഓൾ. റെഡി അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ഓള് വന്നാൽ മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാ? വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ നമ്പർ കൊടുക്കുക. ഓളിന്റെ നമ്പർ 1 ആണ്. 1 ഓൾ. ക്ലിയർ അല്ലേ? ഓള് വന്നാൽ ഈ അങ്ങ് ഒഴിവാക്കണം പഠിക്കുക. സോ ഇറ്റ്സ് പ്രൊപ്പാൻ 1 ഓൾ, അല്ലെങ്കിൽ ഇതിനാ പ്രൊപ്പനോൾ എന്ന് പറഞ്ഞാൽ മതി. പ്രൊപ്പനോൾ എന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ അല്ലേ? പ്രൊപ്പനോൾ. അടുത്തത്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് OH ഗ്രൂപ്പുള്ള ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്യുക. ഇതാണ് OH ഗ്രൂപ്പുള്ള ഏറ്റവും വലിയ ചെയിൻ. OH ഗ്രൂപ്പുള്ള കാർബണ് ചെറിയ നമ്പർ കിട്ടുന്ന മെത്തേഡ് ഏതാണോ അത് നമ്പർ ചെയ്യുക. 1 1 2 3. തിരിച്ച് 1 2 3. എങ്ങനെ നമ്പർ ചെയ്താലും OH ഗ്രൂപ്പുള്ള കാർബൺ ഒരേ നമ്പറാ കിട്ടുക. എത്രയാണ് മക്കള് പറ? OH ഗ്രൂപ്പുള്ള കാർബൺ 2 തന്നെയാ കിട്ടിയത്. സോ ഇതിന്റെ പേരെന്താ? പ്രൊപ്പ് തന്നെയാണ്. പ്രൊപ്പ്. കാർബൺ സിംഗിൾ ബോണ്ട് പ്രൊപ്പെയിൻ എത്രയാണ് ഉള്ളത്? 2ലാണ്. സോ 2 ഓൾ. ഈ ഡ്രോപ്പ് ചെയ്തു. പ്രൊപ്പാൻ 2 ഓൾ. റെഡി അല്ലേ? പ്രൊപ്പാൻ 2. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് 2-chloro-propane. ഈസി. പ്രൊപ്പ് എത്ര കാർബണാ? 3 കാർബൺ. റെഡി അല്ലേ? പ്രൊപ്പ് 3 കാർബൺ. 2-chloro രണ്ടാമത്തെ പൊസിഷൻ. 1 2. രണ്ടാമത്തെ പൊസിഷൻ ക്ലോറിൻ കൊടുത്തു. ഇറ്റ്സ് 2-chloro-propane. ഹൈഡ്രജൻ ഫില്ല് ചെയ്യണ്ടേ? കാർബൺ ചുറ്റുക. ഈ കാർബണിന്റെ അടുത്ത് 1 ബോണ്ടാണുള്ളത്. മൊത്തം 4 ബോണ്ട് വേണം, ഇല്ലെങ്കിൽ ബാക്കി ഹൈഡ്രജനെ ഫില്ല് ചെയ്യണമെന്നാണ് പഠിച്ചത്. ഇവിടെ 1 2 3 ബോണ്ട് ഉണ്ട്. സോ 1 ഹൈഡ്രജൻ മതി. ഇവിടെ 1 ബോണ്ടാണുള്ളത്, 3 ഹൈഡ്രജൻ വേണം. ഇതാണ് 2-chloro-propane സ്ട്രക്ചർ. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് പ്രൊപ്പനോൺ. പ്രൊപ്പനോൺ ഓൺ 1 കണ്ടാൽ മക്കൾ 1 എന്ന് കണ്ടാൽ മക്കൾ മനസ്സിലാക്കണം, ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. CO ഗ്രൂപ്പ്. ഓൺ പ്രൊപ്പനോൺ. ക്ലിയർ അല്ലേ? പ്രൊപ്പനോൺ. പ്രൊപ്പനോൺ എന്ന് പറഞ്ഞാൽ ദാ സി സി സി. ഈ CO ഗ്രൂപ്പ് ഒരിക്കലും എവിടെ വരില്ല? എവിടെ വരില്ല? എൻഡിൽ വരില്ല. CO ഗ്രൂപ്പ് പ്രൊപ്പനോൺ എന്ന് പറഞ്ഞാൽ ഓണിലാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ CO ഗ്രൂപ്പ് ഒരിക്കലും എൻഡിൽ വരില്ല. അത് മനസ്സിലാക്കുക. ഇവിടെയും വരൂല, ഇവിടെയും വരൂല. ഓണിലാണ് എൻഡ് ചെയ്യുന്നെങ്കിൽ CO ഗ്രൂപ്പ് ഒരിക്കലും എൻഡിൽ വരില്ല, മിഡിലാ വരിക. സോ CO ഗ്രൂപ്പ് ഇവിടെ കൊടുക്കാം. ഇനി ഇവിടെയല്ല, 3ൽ കൂടുതൽ കാർബൺ ഉണ്ടെങ്കിൽ മക്കൾ പേടിക്കണ്ട, ആ CO ഗ്രൂപ്പിന്റെ നമ്പർ അവർ വ്യക്തമായിട്ട് പറയും. 3ൽ കൂടുതൽ കാർബൺ ഉണ്ടെങ്കിൽ സോ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. ഇവിടെ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. പ്രൊപ്പനോൺ ആയി. അടുത്ത സ്ട്രക്ചർ CH3CH2COH. റൈറ്റ് IUPAC നെയിം. ഈസിയാണ്. കാർബോക്സിലിക് ആസിഡ് നെയിം ചെയ്യുന്ന സമയത്ത് മക്കൾ പഠിച്ചെന്താ? COH-ന് 1 കൊടുക്കുക. 1 2 3. ഒന്നും നോക്കണ്ട, എവിടെ COH ഗ്രൂപ്പ് ഉണ്ടോ അതിന് 1 കൊടുക്കണം. സോ പ്രൊപ്പാണ്. 3 കാർബൺ. പ്രൊപ്പാണ്. കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട് ആണ്. പ്രൊപ്പെയിൻ. കാർബോക്സിലിക് ആസിഡ് എപ്പോഴും 1 ആണ്. സോ അതിന്റെ പേര് OIC ആസിഡ്. പക്ഷേ കാർബോക്സിലിക് ആസിഡ് വരുന്ന ഈ ഒഴിവാക്കണം. നെയിം ഈസ് പ്രൊപ്പനോയിക് ആസിഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. HCOH. റൈറ്റ് IUPAC നെയിം. മെത്താണ്. COH വന്നാൽ അറിയാലോ,
OH ആസിഡ് ചേർക്കുന്നത് ഒരു കാർബൺ വന്നാൽ മക്കൾ അറിയണം മെത്താണ്, മെത്ത്. കാർബണും കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട് എയിൻ, മെത്തേൻ. Then it's OH acid, മെത്തനോയിക് ആസിഡ് ആണ്, മെത്തനോയിക് ആസിഡ്. ഈ ഡ്രോപ്പ് ചെയ്തു, ഈ ഒഴിവാക്കി, മെത്തനോയിക് ആസിഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Okay, what are the compound containing COH functional group? ഏതാ COH functional group ഉള്ള compound ഉള്ള നമ്മൾ വിളിക്കുന്ന പേരാണ് ആസിഡ്സ്. ഒരു കോമ്പൗണ്ടിൽ COH ഉണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരെന്താ? ആസിഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. The element that part of the alcohol molecule. ആൽക്കഹോൾ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പ് ആണ് അല്ലേ? OH ഗ്രൂപ്പ് ആണ്. ആൽക്കഹോളിലുള്ള എലമെന്റ് ഏതാ? ഓക്സിജൻ ആണ്, ഓക്സിജൻ. ആൽക്കഹോളിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഏതാ? OH അല്ലേ? സോ ഓക്സിജൻ ആണ്. എക്സാം ആണ്, നമുക്ക് കുറച്ച് സ്പീഡായിട്ട് പഠിക്കാം അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ ഹൈഡ്രജൻ ഇൻ ആൽക്കെയ്ൻ ഈസ് റീപ്ലേസ്ഡ് ബൈ OH ഗ്രൂപ്പ്. ഒന്നുമില്ല, ഇതാണ് ആൽക്കെയിൻ, ഇതാണ് ആൽക്കെയിൻ. ആൽക്കെയിൻ റെഡി അല്ലേ? ഇതാണ് ആൽക്കെയിൻ. ഈഥെയിൻ ആണ്, ഈഥെയിൻ. ഈഥെയിനിൽ ഒരു H പോയിട്ട് ആര് വരിക? ഒരു H പോയിട്ട് OH വന്നാൽ അവരുടെ പേരെന്താണെന്നാ ചോദിച്ചത്. ആൽക്കെയിനിൽ H പോയിട്ട് OH വന്നാൽ അവരെ വിളിക്കുന്ന പേരെന്താ? ആൽക്കഹോൾസ് അല്ലെ? ആൽക്കെയിനിൽ H പോയിട്ട് OH വന്നാൽ അവരെ വിളിക്കുന്ന പേരെന്താണ് കുഞ്ഞുമക്കളെ? ആൽക്കഹോൾസ്. അടുത്ത ക്വസ്റ്റ്യൻ. How many hydrogen atom in present in pent1ene? Pent എന്ന് പറഞ്ഞാൽ 5. 1 2 3 4 5 pent. pent1ene റെഡി അല്ലേ? ഇനി ഹൈഡ്രജനെ ഫില്ല് ചെയ്യാൻ പോവാ നമ്മൾ. എത്ര ഹൈഡ്രജനെ ഫില്ല് ചെയ്യണം? ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ടാവും, ഇവിടെ 2 ഹൈഡ്രജൻ, മൊത്തം 4 അല്ലേ? ഇവിടെ 1 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. യെസ്, ഇവിടെ 3 ഹൈഡ്രജൻ. മൊത്തം കാർബൺ എത്ര? 4 ബോണ്ട് വേണം. അപ്പൊ സോ 1 2 3 4 5 6 7 8 9 10. സോ ഹിയർ 10 ഹൈഡ്രജൻ. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 10 ഹൈഡ്രജൻ ഉണ്ട്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് pent1ene. ഇപ്പൊ ചെയ്തതന്നെ പെന്റ് 5 കാർബൺ, പെന്റ് 5 കാർബൺ, 3 4 5. pent1ene ഡബിൾ ബോണ്ട് ഇട്ടു, pent1ene അല്ലേ? pent1 ഇത് തന്നെ സ്ട്രക്ചർ, pent1ene സ്ട്രക്ചർ. നെക്സ്റ്റ്. Okay, hydrocarbon that have a double bond between carbon atom. ഹൈഡ്രോകാർബണിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഇറ്റ്സ് നോൺ ആസ് alkene. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ alkane. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ alkyne, ഐൻ. ഈഥെയിൻ, എത്തീൻ, ഈഥൈൻ. ദ ഡബിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോകാർബൺ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഇറ്റ്സ് alkene. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദ ഗിവൻ കോമ്പൗണ്ട്. 2,4-dimethyl pentane. 2,4-dimethyl pentane ഇതാ. 1 2 3 4 5 പെന്റെയിൻ. 2,4-dimethyl. 2ലും മീഥൈൽ, 2 3 4ലും മീഥൈൽ. 2,4-dimethyl ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. 3 ഹൈഡ്രജൻ, 1 ഹൈഡ്രജൻ, 3 ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ. റെഡി അല്ലേ? 3 ഹൈഡ്രജൻ, 1 ഹൈഡ്രജൻ ആൻഡ് 3 ഹൈഡ്രജൻ. 2,4-dimethyl pentane. നെക്സ്റ്റ്. Draw the structure of the given compound. 2-methyl butane ആണ്. ബ്യൂട്ടൻ എത്ര കാർബണാ? ബ്യൂട്ടൻ എന്ന് പറഞ്ഞാൽ 4 കാർബൺ. 2 3 4 കാർബൺ. 2-methyl. 2-methyl രണ്ടാമത്തെ പൊസിഷനിൽ ഒരു കാർബൺ കൊടുക്കുക. 2-methyl ആയി. രണ്ടാമത്തെ പൊസിഷനിൽ ഒരു കാർബൺ കൊടുത്താൽ 2-methyl. സോ ഹൈഡ്രജൻ ഫിൽ ചെയ്തോ. 3 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ 1 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. The 95.6% ethanol obtained when wash is subjected to partial distillation. ഏകദേശം 90% ആൽക്കഹോളിനെ വിളിക്കുന്ന പേരെന്താ? റക്ടിഫൈഡ് സ്പിരിറ്റ്. എന്താ വിളിക്കുക? റക്ടിഫൈഡ് സ്പിരിറ്റ് ആണ്. റെഡി? 100% ആൽക്കഹോളിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? പവർ ആൽക്കഹോൾ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഈ റക്ടിഫൈഡ് സ്പിരിറ്റിന് പാർഷ്യൽ ഡിസ്റ്റിലേഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ഇതാ അബ്സല്യൂട്ട് ആൽക്കഹോൾ ആണ്. ഇതാ റക്ടിഫൈഡ് സ്പിരിറ്റിന് ഡിസ്റ്റിലേഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുന്ന ആൽക്കഹോൾ ഇതാ അബ്സല്യൂട്ട് ആൽക്കഹോൾ. റെഡി? പവർ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ പെട്രോളിന് പകരം ഉപയോഗിക്കുന്ന ഒരു ഫ്യൂവൽ ആണ്. നെക്സ്റ്റ്. വിച്ച് എൻസൈം ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദ കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു എത്തനോൾ? നമ്മൾ ഷുഗർ സൊല്യൂഷൻ എടുക്കുക അല്ലെങ്കിൽ മൊളാസസ് എടുക്കുക, അതിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്യും. ഈസ്റ്റ് 2 ടൈപ്പ് എൻസൈമിനെ സപ്ലൈ ചെയ്യും, ഇൻവെർട്ടേസും സൈമേസും. ഇൻവെർട്ടേസ് എന്ന് പറഞ്ഞ എൻസൈം ഷുഗറിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റും. ഗ്ലൂക്കോസ് എന്താക്കും? ഗ്ലൂക്കോസിനെ ആൽക്കഹോൾ ആക്കി മാറ്റുന്ന എൻസൈമിന്റെ പേരെന്താണെന്ന് വെച്ച് ഇറ്റ്സ് സൈമേസ്. സൈമേസ് എൻസൈം. നെക്സ്റ്റ് ഈസ്. അടുത്ത ക്വസ്റ്റ്യൻ. Which enzyme is involved in the conversion of sugar solution to
ഗ്ലൂക്കോസ്. ഷുഗറിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത്, ഷുഗറിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസ് ആക്കി മാറ്റുന്നത് ഇൻവെർട്ടേസ്. രണ്ട് എൻസൈമാ, ഇൻവെർട്ടേസും സൈമേസും. ഇൻവെർട്ടേസ് ഷുഗറിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസ് ആക്കും. എന്തൊക്കെ പറ? നമ്മൾ ഷുഗർ സൊല്യൂഷൻ എടുക്കുന്നു, അതിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്യുന്നു. ഈസ്റ്റ് രണ്ട് ടൈപ്പ് എൻസൈമിനെ സപ്ലൈ ആയിരിക്കുക, ഇൻവെർട്ടേസും സൈമേസും. ഇൻവെർട്ടേസ് എന്ത് ചെയ്യും? ഷുഗറിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസ് ആക്കി മാറ്റും, ഗ്ലൂക്കോസിനെ ആൽക്കഹോൾ ആക്കി മാറ്റാൻ എന്ത് ചെയ്യും? സൈമേസിനെ പറ്റും. സോ ഇൻവെർട്ടേസ്, ഇവിടെ എൻസൈം ഏതാ? ഇൻവെർട്ടേസ്. ദ കംപ്ലീറ്റ് ദ റിയാക്ഷൻ ആ കാർബൺ മോണോക്സൈഡും ഡൈഹൈഡ്രജനും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ആണ് മെത്തനോൾ, CH3OH. വുഡ് സ്പിരിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വുഡ് സ്പിരിറ്റ്. നിങ്ങൾ വിഷമദ്യ ദുരന്തം എന്നൊക്കെ കേട്ടുന്നില്ലേ? വിഷമദ്യ ദുരന്തത്തിന് കാരണമായിട്ടുള്ള ഹൈലി പോയിസൺ ആയിട്ടുള്ള ആൽക്കഹോളിനെ വിളിക്കുന്ന പേരെന്താ? മെത്തനോൾ. കുറച്ച് ക്വാണ്ടിറ്റി കഴിച്ചാൽ പ്രശ്നമില്ല, കണ്ണും കാത്ത് കടിച്ചു. കൂടുതൽ ക്വാണ്ടിറ്റി കഴിച്ചാൽ മരിച്ചു. ഇത്തരത്തിലുള്ള ആൽക്കഹോൾ ആണ് മെത്തനോൾ. വെരി സ്മോൾ ക്വാണ്ടിറ്റി, വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി പോലും മരണത്തിന് കാരണമാകുന്ന ഹൈലി പോയിസൺ ആൽക്കഹോൾ. ഇറ്റ്സ് മെത്തനോൾ. നെക്സ്റ്റ് ഈസ് വിച്ച് ഈസ് ആൽക്കഹോളിക് കോൾഡ് വുഡ് സ്പിരിറ്റ്. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെത്തനോൾ. നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് when hydrocarbon is burned in burn in air. ഏത് ഹൈഡ്രോകാർബൺ? കാർബണും ഹൈഡ്രജനുമുള്ള കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരെന്താ? ഹൈഡ്രോകാർബൺ. ഏത് ഹൈഡ്രോകാർബണുകളെയും ഓക്സിജനിൽ ബേൺ ചെയ്താൽ നമുക്കുണ്ടാവുന്ന പ്രോഡക്റ്റ് ആണ് കാർബൺ ഡയോക്സൈഡും വാട്ടറും. റെഡി അല്ലേ? കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. ഏത് ഹൈഡ്രോകാർബണുകളെയും ഓക്സിജനിൽ ബേൺ ചെയ്താൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്താ? കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. when hydrocarbon burn in air, സെയിം ക്വസ്റ്റ്യൻ ആണ്. സോറി. കംപ്ലീറ്റ് ദ ഗിവൺ ഇക്വേഷൻ ആ. ഇത് ക്ലോറാ. ഇതിനെ വിളിക്കുന്ന പേരാണ് വിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡിനെ പോളിമറൈസ് ചെയ്യുക, N നമ്പർ പോളിമറൈസ് ചെയ്യുക. വിനൈൽ ക്ലോറൈഡിനെ പോളിമറൈസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് പോളിവിനൈൽ ക്ലോറൈഡ്. എന്താ വിളിക്കുക? പോളിവിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡിനെ പോളിമറൈസേഷൻ നടത്തിയാൽ PVC ഉണ്ടാവും. PVC പൈപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അല്ലേ? പോളിത്തീൻ അല്ലേ? നമ്മളെ ക്യാരി ബാഗ് അല്ല, നമ്മളെ ബാഗില്ലേ, ഹാൻഡ് ബാഗുകളൊക്കെ പോളിവിനൈൽ ക്ലോറൈഡ് ഉപയോഗിച്ചുണ്ടാക്കും. ഈ PVC റെയിൻകോട്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. PVC പോളിവിനൈൽ ക്ലോറൈഡ്. നെക്സ്റ്റ് ഈസ് ദിസ് ഈസ് എ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് പോളിമർ. വാട്ട് ഈസ് ദ മോണോമർ? ഒരു പോളിമറിന്റെ സ്ട്രക്ചറൽ ഫോർമുല കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഇത് ഇത് പോളിത്തീൻ ആണ്. എന്താ പറ? പോളിത്തീൻ. ഇതിന്റെ മോണോമർ ഏതാണെന്ന് ചോദിച്ചത്. മോണോമർ ഈസ് എത്തീൻ. എത്തീന N നമ്പർ എത്തീന പോളിമറൈസ് ചെയ്താൽ നമുക്ക് പോളിത്തീൻ. നിങ്ങൾ പോളിത്തീൻ കവർ കണ്ടില്ലേ? ക്യാരി ബാഗ് ഉണ്ടാക്കാൻ ഉപയോഗിക്കില്ലേ? പോളിത്തീൻ. എത്തീന പോളിമറൈസ് കിട്ടുന്നതാണ് പോളിയെത്തീൻ. ക്യാരി ബാഗ് ഉണ്ടാക്കാൻ, പോളിത്തീൻ ബാഗ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് വിച്ച് പ്രോഡക്റ്റ് ഈസ് ഫോംഡ് ബൈ ദ റിസൾട്ട് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ. ഏത് പ്രോഡക്റ്റ് ആണ് ഉണ്ടാവുക? തീർച്ചയായിട്ടും ഹൈഡ്രജൻ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ ഈ ബോണ്ട് അങ്ങ് പോയിട്ട് ഒരു ഹൈഡ്രജൻ ഇവിടെ ആഡ് ചെയ്യും, ഒരു ഹൈഡ്രജൻ ഇവിടെ ആഡ് ചെയ്യും. സോ ദ പ്രോഡക്റ്റ് ഈസ് CH3. ഈത്തൈൻ ആണ് പ്രോഡക്റ്റ്. ഏതാ? ഈത്തൈൻ. റെഡി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is a saturated compound? കാർബൺ സിംഗിൾ ബോണ്ടുകളുള്ള കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരെന്താ? സാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകൾ എന്നാ വിളിക്കുക. കാർബൺ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ കാർബൺ ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളാ നമ്മൾ വിളിക്കുന്ന പേരാണ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് അല്ലേ? യെസ്. What is the compound formed when methane react with chlorine in presence of sunlight? Methane ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യാം. മീത്തൈനെ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്താൽ ഒരു ഹൈഡ്രജൻ മാറി ക്ലോറിൻ വരും. ഇറ്റ് ഗിവ്സ് ക്ലോറോമീഥെയ്ൻ. മീഥൈനെ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യാൻ ഉണ്ടെന്ന് പ്രോഡക്റ്റ് ചെയ്താ CH3Cl. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ കെമിക്കൽ റിയാക്ഷൻ. Again, complete the chemical reaction. ഇവിടുന്ന് H ഇവിടുന്ന് Cl അങ്ങ് പോകുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇവിടെ ക്ലോറിൻ വരും. Yes, the product is CHCl3. ക്ലോറോഫോം CHCl3 കിട്ടി. യെസ്, HCl പോയി. ഇവിടുന്ന് പോയ HCl ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, അപ്പൊ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുക? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ 1 മാർക്ക് ക്വസ്റ്റ്യൻ കണ്ടുല്ലേ? ഇപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണെന്ന് കുഞ്ഞുമക്കൾക്ക് അറിയാം. പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പാറ്റേണിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ല. പാറ്റേൺ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അതുകൊണ്ട് തന്നെ എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻ നന്നായിട്ട് ചെയ്ത് നോക്കുക, എഴുതി പഠിക്കുക. ഓർഗാനിക് ആണ്, ഹൈലി വോളറ്റൈൽ ആണ്, വേപ്പർ ആയി പോവും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി കഴിഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പൊ എല്ലാ ഫ്രണ്ട്സിലേക്കും മാക്സിമം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഷെയർ ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നമ്മളെ കമ്മ്യൂണിറ്റിയിൽ എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മാർക്ക് വാങ്ങുക. ഓക്കെ, അപ്പൊ ബൈ.